ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അയ്യോ ഇതിപ്പോൾ എന്താണ്ടേ ഗൈസ്, നൈസായിട്ട് പണി പാളിയാട്ടോ. ബെസ്റ്റ് ഗൈസ്, ഞാൻ ഇന്നേ കളിക്കാൻ പോണ ഗെയിമേ നിങ്ങൾ വിചാരിക്കണ പോലത്തെ ഗെയിമല്ല കേട്ടോ. നമ്മളൊരു പുതിയ ഗെയിമാണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. ആ ഗെയിമിൻ്റെ പേര് ഏതാണെന്നറിയോ? ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D എന്നാണ് കേട്ടോ. ഈ ഗെയിം പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഗെയിമാണ്. അറിയാത്തവരൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ്, ഇതെന്തിവർ ഇങ്ങനെയൊക്കെ പറക്കാണിങ്ങനെ? ഗൈസ്, ഞാൻ സത്യമായിട്ട് ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെ വരുന്ന കേട്ടോ. ഗൈസ്, ഇപ്പം അത് കിട്ടുന്നില്ല. ഗൈസ്, ആകെയുള്ള ഈ റേസാണ് അതൊക്കെ ആ ഗെയിം കളിക്കാം. ഈ ഗെയിം പിന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല അഭിമാനം കിട്ടും കേട്ടോ. ഈ ഗെയിം പിന്നെ നല്ല ഗെയിമാണ്, കണ്ടില്ലേ? അയ്യോ ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ വോളിയം കൂട്ടി ഇട്ടേക്കുക, ഞാൻ കുറച്ചിട്ടെ. പിന്നെ ഗൈസ്, പിന്നെ ഞാനിത് BMW ഒക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടതാണ്. നൈസ് വണ്ടിയാ, ഒരു രക്ഷയില്ലേ ഗൈസ്. ഒരു മിനിറ്റ്, പസിൽസൊക്കെ കണ്ടിന്യൂ ചെയ്യണ്ടേ ഗൈസ്? ഇങ്ങനെ നോക്കുന്നുണ്ട് ഗൈസ്, ഇത്രയും പസിലുണ്ട്. നമുക്ക് ഈ ഒരു BMW എടുക്കണമല്ലോ. ഗൈസ്, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. നമുക്കപ്പോൾ ഇതിൽ എങ്ങനത്തെ C ടൈപ്പ് വണ്ടി കിട്ടുമോ ഗൈസ്? C ടൈപ്പ് വേണ്ട, നമുക്ക് A ടൈപ്പ് വണ്ടികൾ എടുക്കാം. എന്നാൽ B ടൈപ്പോ X ടൈപ്പ് വണ്ടികൾ വേണ്ട, നമുക്കത് A ടൈപ്പ് എടുക്കാം ഗൈസ്. നമുക്കതറിയാം, സുപ്ര എടുക്കാം കേട്ടോ. സുപ്ര MK5, ഇത് പിന്നെ റയർ കാറാണ് ഗൈസ്. പിന്നെ ഇവിടെ പിന്നെ എഴുതിയിട്ടുണ്ട് ക്യാരി 4 കംപ്ലീറ്റ് എന്ന്. ഫുള്ള് കംപ്ലീറ്റ്. ഇനി ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഇതിനെ നിങ്ങൾക്കറിയാലോ, ഇനി സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കൊടുക്കാൻ നോക്കിയാലും ആവത്തില്ല. അതുകൊണ്ടില്ലേ സീസൺ 1 വരെ ലോക്കാന്നവർ പറയണേ. ഇത് പിന്നെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ വേൾഡ് ടൂർ കളിക്കാം. ഞാനാണെങ്കിൽ ഇത് ഡെസേർട്ട് വരെ ആയോളേ. നമുക്ക് പിന്നെ ഇതിന് A ടൈപ്പ് വണ്ടി എടുക്കാം. നമുക്ക് സൂപ്പറാണ് ഗൈസ്. പിന്നെ ഈ വീഡിയോ എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടോ. മാത്രമല്ല ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ ചാനൽ മുന്നോട്ട് നീക്കാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് റിലാക്സ് പോവാം. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ അന്ന് പിന്നെ ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല ഗൈസ്. എനിക്കന്ന് ഇങ്ങോട്ടാണ് പോകണ്ടേ. ഗൈസ് ഒരു മിനിറ്റ്, ഇതിപ്പോൾ തണ്ടേ ഇങ്ങോട്ടായിരുന്നു ഗൈസ് പോകണ്ടേ, തെറ്റിപ്പോയി. നമുക്കപ്പോൾ നല്ലോണം ഡ്രിഫ്റ്റ് അടിക്കണം ഗൈസ്. പിന്നെ ഇത് പിന്നെ ആരും കളിക്കത്തില്ല കേട്ടോ, ആകെ ഞാനേ ഉള്ളൂ ഈ ഗെയിം കളിക്കാറുള്ളൂ. ഈ ഗെയിമിൻ്റെ നൈസ് ഗെയിമാട്ടോ, ഒരു രക്ഷയില്ല. ഈ വണ്ടിയൊക്കെ ഇട്ട് കറക്കാൻ പറ്റും. അതുപോലത്തെ റെയർ ഗെയിമാണ്. നാക്കിട്ടൊക്കെ കറക്കാൻ. ലെറ്റ്സ് ഗോ. കറക്കി അങ്ങോട്ട് കൊണ്ടുപോകാം. ലെറ്റ്സ് ഗോ. നാളെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ പിന്നെ ഇത് ഡ്രിഫ്റ്റ് റേസ് ആയതുകൊണ്ടേ നമുക്ക് നല്ലോണം ഡ്രിഫ്റ്റ് അടിക്കണം കേട്ടോ. ഇത് പിന്നെ കണ്ടില്ലേ, ഞാൻ നല്ലോണം ഡ്രിഫ്റ്റ് അടിക്കുന്നുണ്ട്. ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇരിക്കുന്ന അവള് ഫസ്റ്റ് പൊസിഷൻ ആയിട്ടില്ല ഗൈസ്. അപ്പം നല്ല ഇവിടെ കിടന്ന് ഡ്രിഫ്റ്റ് അടിച്ചിട്ടൊക്കെ പോവാണ്. ഓക്കെ ഗൈസ്, ഞാനിവിടെ ഡ്രിഫ്റ്റ് അടിക്കുക കേട്ടോ. പിന്നെ കുറച്ച് പേരൊക്കെ ഈ വീഡിയോ റിമിക്സ് ചെയ്തേക്കോട്ടോ. മോനെ ഗൈസ്, റിവേഴ്സ് ഡ്രിഫ്റ്റ് കൊള്ളാം കേട്ടോ. എനിക്ക് പിന്നെ റിവേഴ്സ് ഡ്രിഫ്റ്റ് ചെയ്യാൻ ഇഷ്ടം കേട്ടോ. ഇത് പിന്നെ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. ഈ വണ്ടി പെട വണ്ടിയാണ്. എൻ്റെ ഫേവറേറ്റ് വണ്ടി പിന്നെ BMW ആണ് വണ്ടിയാണ്. BMW ഏത് മോഡലായാലും കുഴപ്പമില്ല, കാരണം BMW കമ്പനി തന്നെ എനിക്കിഷ്ടമാണ്. സൂപ്പർ കുഴപ്പമില്ല, എന്നാലും പക്ഷേ ഒത്തിരി പന്ന വണ്ടിയൊന്നും എടുക്കത്തില്ല. ചീത്ത വണ്ടികൾ ചിലപ്പോൾ ടൊയോട്ടയുടെ ചീത്ത വണ്ടികളൊക്കെ ഇറങ്ങും. അന്നത്തെയൊക്കെ ചീത്ത വണ്ടികൾ കാണും. ഞാൻ അതൊന്നും വാങ്ങിക്കത്തില്ല, എനിക്ക് സൂപ്പറൊക്കെ മതി. പക്ഷെ എൻ്റെ പൊന്നെ ഗൈസ്, ഇതുള്ളോട്ടാ നൈസ് ഡ്രിഫ്റ്റ്. മോനെ ഗൈസ്, ഇതുള്ളോട്ടാ നൈസ് ഡ്രിഫ്റ്റ് പോലും അടിച്ചേ.
ജസ്റ്റ് മിസ്സിനുള്ളിൽ താഴെ പോവാതിരുത്. അതുള്ള കേട്ടാ നൈസായിട്ടുണ്ട്. ഗൈസ് നമുക്കൊന്നേ ഫസ്റ്റ് അടിക്കാട്ടാ. യെസ് ഗൈസ്, അങ്ങനെ ഫസ്റ്റ് പൊസിഷനായി കേട്ടാ. നമുക്ക് ഇവിടുന്ന് ഡ്രിഫ്റ്റ് അടിച്ച് പാർക്ക് ചെയ്യാം. കണ്ട ഗൈസ്, ഞാൻ ഡ്രിഫ്റ്റ് അടിച്ച് പാർക്ക് ചെയ്തേ. നമ്മുടെ സൂപ്പറാച്ചുള്ള ഗെയിം പ്ലേ. അങ്ങനെ നമ്മുടെ ഡ്രിഫ്റ്റ് റേസിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് നെക്സ്റ്റ് ഗെയിം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. നമുക്കേ ഇന്ന് ലക്കി സ്ക്രാച്ച് ചെയ്താലോ? ബാക്ക് അടിച്ചാൽ പിന്നെ സ്ക്രാച്ച് ആവും. യു വിൻ പസില്ല, അതൊന്നും സംഭവം. അതിപ്പോൾ എന്തെങ്കിലും ആട്ടെ. നമുക്കപ്പോൾ നെക്സ്റ്റ് റേസിൽ പോവാട്ടോ. നമ്മൾ പിന്നെ നെക്സ്റ്റ് റേസ് എടുക്കാൻ പോവാണ്. നെക്സ്റ്റ് റേസിലേ നമുക്ക് എക്സ് ടൈപ്പ് വണ്ടികളുള്ള ഗൈസ് പറ്റുള്ളൂ. ഇത് ഡെസേർട്ടാ, ഓഫ് റോഡ് ഡെസേർട്ട്. അടുത്ത മൗണ്ടനാ, ഇവിടെ വരെ ഡെസേർട്ട്, പിന്നെ മൗണ്ടൻ എല്ലാം മൗണ്ടനേ. ഇനി മൗണ്ടന് പിന്നെ കാന്യൺ, പിന്നെ ആ ഗൈസ് ലേക്ക് വരുന്നത്. ഇതും കൂടി കഴിഞ്ഞാൽ ലേക്കാ. കണ്ട ഇത് കൊള്ളാട്ടോ, നൈസായിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്കിനി ഫ്രോ റേസിൽ പോകണം. ഗൈസ്, ഇതിൽ നോക്കേ ബി ടൈപ്പ് വണ്ടിയോ വില എടുക്കണം, സി ടൈപ്പ് വണ്ടിയോ. എക്സ് ടൈപ്പ് എടുക്കാം ഗൈസ്, അതായിരിക്കും നല്ലത്. നമുക്ക് സമുരായി എന്ന് പറയുന്നത് ഈ ഹൈലക്സ് എടുത്താൽ ഇത് നല്ല വണ്ടിയായിരിക്കും. ഇല്ലെങ്കിൽ ഇതെടുത്താലോ? വേണ്ട ഗൈസ്, സമുരായി തന്നെ എടുക്കാം, അതായിരിക്കും നല്ല കാറേ. സമുരായി പിന്നെ നൈസ് വണ്ടിയാണ്, ഒരു രക്ഷയില്ല. നമുക്കപ്പോൾ ഈ കാർ എടുക്കാം ഗൈസ്. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് റേസ് ചെയ്യാം. ഈ വണ്ടിയാണെങ്കിലേ പിന്നെ സേഫ് ആയിരിക്കും. ലെറ്റ്സ് ഗോ ആൻഡ് കംപ്ലീറ്റ് ദി വേൾഡ് ടൂർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം ഗൈസ്. പിന്നെ ഇതുള്ളോട്ടെ നൈസായിട്ടുണ്ട്. ഈ ഗെയിം നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നിങ്ങളും ഇതേപോലെ എടുക്കുമെന്ന് എന്ന് വിചാരിക്കണു ഗൈസ്. പിന്നെ ഗൈസ്, ഇതെന്തത് ഇവിടെ എല്ലാവരും പോയല്ലോ. നമ്മളെ ഗൈസ് എന്തിനും ഈ പുറകെ കൂടെ നിർത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നമ്മൾ ഫസ്റ്റ് പൊസിഷൻ എങ്ങനെ കയറുമെന്ന് ഇവർക്ക് കാണാനാ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇവരൊക്കെ എന്തി കാണിക്കണേ. ഞാൻ ഈ ഡെസേർട്ട് റേസിൽ വരെ ഫസ്റ്റ് അടിക്കുന്നു എനിക്ക് തോന്നുന്നത്. ഇവരൊക്കെ ഭാഗ്യമുണ്ടോ കേട്ടാ. ഞാൻ സമുരായിയുടെ ഹൈലക്സ് കൊണ്ടുവന്നു. റേസ് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ആകെ 30% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഒന്നാമത്തെ ലാപ്പായി, അല്ല രണ്ടാമത്തെ ലാപ്പായി. നമുക്ക് പിന്നെ പിടച്ചു പോകട്ടോ, ഒന്നും നോക്കണ്ട. നമ്മുടെ ഇവിടെ പിന്നെ നല്ല ഈ വണ്ടിക്ക് പിന്നെ നല്ല സ്പീഡാണ്. നമ്മൾ പിന്നെ ബാഡ്രൈനോ റേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഒരു ഇതെന്താ ഗൈസ്, ജമാളാ? അതാരാ? അതൊക്കെ ജമാളിനെ എന്നാ വെട്ടിക്കുക. അവിടെ ജമാളെ ശരിയപ്പോ ഞാൻ നിന്നെ ഓർത്തേക്ക് പോണ്. ഗായ്സ്, അതിപ്പോൾ പണിയായി പോയി എൻ്റെ. ശരാ റിവൈൻഡ് അടിക്കണ ഗൈസ്. അപ്പം ഞാൻ ഇവിടുന്ന് റിപ്പേ കാണിച്ചു തരാം ഒന്നുകൂടെ. ഇതേപോലെ ഞാൻ പോയിട്ട് ജമാളിനെ വെട്ടിക്കാന്ന് അറിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഇടിച്ച്. എങ്ങനെയാണ് നമുക്ക് റിവൈൻഡ് ചെയ്യാം കേട്ടോ. ഫാസ്റ്റ് ഫോർവേഡ് റിവൈൻഡ് ടൈം ലൈൻ. വേണ്ട ഗൈസ്, ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ഈ ചിഫ് കയറി പോട്ടെ. ക്ലിഫ്, അവൻ്റെ പേര് ക്ലിഫ് എന്നാണ്. ഗൈസ്, ഇതിപ്പോ തന്നെ ഗൈസ് നോക്കേ, ഗരേജിൽ പോട്ടെ. ഗരേജിൽ പോയിട്ട് വണ്ടി ചേഞ്ച് ചെയ്യാം. ഈ വണ്ടിക്ക് പിന്നെ എന്താണാവോ, വലിയ പവറൊന്നും ഇല്ല. എന്നാൽ നോക്കി എവറേജ് എടുത്താലോ? ഇത് നല്ല വണ്ടിയാണ്, എവറേജ് നല്ല വണ്ടിയാണ്. ഇത് കുഴപ്പമില്ല തോന്നുന്നു കേട്ടോ. നമുക്ക് കാർ സ്റ്റോറിൽ പോയിട്ട് നോക്കി നോക്കാം. എവറേജിൻ്റെ കരുത്ത മോഡൽസ് ഉണ്ടത്. ഷോ കസ്റ്റംസ് ഗൈസ്. പിന്നെ നമുക്ക് ഈ മോഡലുള്ള കേട്ടോ, ടേണിങ് ചെയ്യണം നമുക്ക് ഗൈസ്. അപ്പോൾ ഈ വണ്ടിയെ ഒന്ന് ടേണിങ് ചെയ്തെടുക്കാം. വണ്ടി പിന്നെ അപ്പോഴാണ് മോഡിഫൈ ആവുള്ളൂ.
ഐ ഗായ്സ് നമുക്ക് ടേണിങ് കാർഡ്സ് ഇല്ല ഗായ്സ്. ടേണിങ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 0 ടേണിങ് കാർഡ്സാ. നമുക്കപ്പോൾ ഇത് തന്നെ എടുക്കേണ്ടി വരും ഗൈസ്. പിന്നെ നമുക്ക് റേസിങ്ങിന് പോകട്ടെ. വേൾഡ് ടൂർ ഓഫ് റോഡ് ഗൈസ്, ലെറ്റ്സ് ഗോ. പിന്നെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പിന്നെ ഓർമ്മിപ്പിച്ചതോളാം. ലെറ്റ്സ് ഗോ ഗൈസ്. നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ചാ ഒരാൾ നമ്മൾ കൊണ്ടുവന്ന് ആ സെയിം വണ്ടി ഒരാൾ കൊണ്ടുവന്നേക്കണം. അത് പിന്നെ കണ്ടില്ലേ, സെക്കൻഡ് പൊസിഷനിൽ ഒരാൾ നിൽപ്പില്ലേ, അതാ അയാൾ. ഇത് ഡസ്റ്റി എന്ന് പറഞ്ഞ ആളില്ലേ, അവനാ അത് കൊണ്ടുവന്നേക്കണം. ഇങ്ങനെ അതെ ഡസ്റ്റി അവിടെ പോയി കിടക്കുക. എന്നാൽ ഡസ്റ്റി എന്നാൽ പിന്നെ ശരിയപ്പോൾ ഞാൻ കയറ്റിയൊന്നുമില്ല. ഇതെന്താ വയസ്സ് ഞാൻ 4th പൊസിഷൻ നിൽക്കുന്നത്. ഇത് കള്ളക്കളിയാന്ന് തോന്നുന്നത്. ഇപ്പം 3rd ആയി ഗൈസ്. അപ്പോൾ ഇവനെ ഓവർടേക്ക് ചെയ്യാം. മാറണം അങ്ങോട്ട്, മാറി നിൽക്ക്. ഞാൻ അങ്ങോട്ട് ഞാൻ സെക്കൻഡ് പൊസിഷൻ കയറിക്കോട്ടെ. നീ മാറണം അങ്ങോട്ട്, മാറി നിൽക്കണം തിണ്ടി. ഇവനെന്താ മാറാത്തേ? എടാ മാറടാ. ഇവനോട് മാറാൻ പറഞ്ഞ മാറാത്തെന്താ? ഇവനോട് പറഞ്ഞത് മനസ്സിലാവത്തേ? എടാ നിന്നെ ഞാൻ തീർത്തോളാം കേട്ടാ. ഞാൻ പറയാ, നിനക്ക് ഞാൻ ആരാന്ന് അറിയത്തില്ല ശരിക്കും. ഞാനേ ഓഫ് റോഡറാണ്. ഞാൻ ആരാന്ന് ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. നീ പിന്നെ ഫ്രണ്ടിൽ നിന്നോണ്ടല്ലേ. ഇപ്പം ഞാൻ കാണിച്ചു തരാടാ. ഇപ്പം ഞാൻ കയറ്റി വിട്ടാ. കയറിപ്പോണ്ടാടാ, കയറിപ്പോണ്ട. ഞാൻ കയറ്റി വിടാൻ സമ്മതിക്കത്തില്ല. നിന്നോട് ഞാൻ മുന്നേ മാറാൻ പറഞ്ഞല്ലേ. നീ എന്നിട്ട് കേൾക്കാഞ്ഞിട്ടല്ലേ, കേൾക്കാൻ പോരാഞ്ഞിട്ടല്ലേ ഞാനിപ്പം ഓട്ടേക്ക് ചെയ്യാടാ. നീ വാടാ, എനിക്കൊന്നും കാണണമല്ലോ. മാറടാ, വന്ന് കയറടാ. കണ്ട, നീ കൊണ്ടൊന്നും കഴിയത്തില്ലേ. നീ റേസിന് നീയാണ് ഫസ്റ്റ് അടിക്കണേ. നീ ഫസ്റ്റ് അടിക്കുമെങ്കിൽ എനിക്കൊന്നും കാണണമല്ലോ. നോക്ക്, ഞാൻ ഓൾറെഡി ഫസ്റ്റ് പൊസിഷനാണ്. പറയും ഞാൻ ഈ റേസിൽ വേണമെങ്കിൽ സെക്കൻഡ് അടിക്കും. വേണമെങ്കിലും ഉള്ള സെക്കൻഡ് അടിക്കുള്ളൂ. നീയൊക്കെ എന്നെ പിന്നാലെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ സെക്കൻഡ് അടിച്ചു കഴിഞ്ഞു. നിന്നെ കൊണ്ടല്ലേ, ഒന്നിനെ കൊള്ളത്തില്ല. ഒരു മിനിറ്റ് ഗൈസ്, ഇതെങ്ങനെ 3rd പൊസിഷനായേ ഗൈസ്? ഇത് കള്ളക്കളിയാട്ടാ, കള്ളക്കളിയാ. ഇത് കള്ളക്കളിയാ ഗൈസ്. നമ്മളല്ലേ ഗൈസ് സെക്കൻഡ് പൊസിഷൻ കയറിയ. നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മൾ സെക്കൻഡ് പൊസിഷനായിട്ട് കയറിയേ. ഇത് കള്ളക്കളിയല്ലേ ഗൈസ്? ശരിയല്ല കേട്ടാ. ഓരോ ഓഫ്ലൈന് പോയ ഓഫ്ലൈനിൻ്റെ ഒന്നും ആവശ്യമില്ല ഗൈസ്. പിന്നെ അടുത്തത് ഒരു ഓഫ് റോഡ് റേസ് ആട്ടോ. ഇത് പിന്നെ നെക്സ്റ്റ് ടൈപ്പ് വണ്ടി പറ്റത്തില്ല. അതാക്ക് സൂപ്പറ തന്നെ എടുക്കേണ്ടി വരും. സൂപ്പറ പിന്നെ നല്ല വണ്ടി കേട്ടോ. അതൊക്കെ അപ്പോൾ ഇത് തന്നെ എടുത്തിട്ട് പോയി റേസ് ചെയ്യാം. വേൾഡ് ടൂർ കംപ്ലീറ്റ് ആകും എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അപ്പോൾ പടച്ചു വിടാം ഗൈസ്. ഗൈസ് ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്. ഈ ഫ്രണ്ടിൽ ഒരു ലംബോർഗിനി പോകുന്നുണ്ട്. അത് പോയി. നമ്മളതിനെ കയറ്റി വിട്ടായിരുന്നാ എപ്പോഴേ. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അബർട്ടോയ് ഗൈസ്, നിങ്ങൾ ഫ്രണ്ടിനോട് ശ്രദ്ധിച്ച്. അവർ നമ്മുടെ സെയിം സൂപ്പറെല്ലാം കൊണ്ടുവന്നേക്കണം. പക്ഷേ കസ്റ്റമൈസിങ് വേറെയാ. പക്ഷെ സൂപ്പർ സെയിമാണ് കേട്ടോ. സെയിമാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു. അവൻ ആ പറമ്പിൽ പോയി. നന്നായടാ, നീ ആ പറമ്പിൽ പോയി തന്നെ കിടക്കണം. അത് വേണം നിനക്ക്, അത് വേണം. ഓക്കേടാ, ഞാൻ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ശരിയപ്പോൾ ഞാൻ പോവാം ഗൈസ്. അങ്ങനെ നമ്മളങ്ങനെ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് ഗൈസ്. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഗൈസ് ഇതുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.